ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ബറാത്തായിട്ട് അധികം ആൾക്കാരുടെ വീട്ടിലും ഇങ്ങനെ ശർക്കര ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ശർക്കര ചോറ് എനിക്കും നീയക്കും അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടം ഉമ്മാക്കാണ്, ഉമ്മാക്ക് സൊപ്പിനുള്ള ഇഷ്ടം. പോൽക്കായിട്ട് അത് ഉണ്ടാക്കണ്ടേ കരുതിയിട്ട് പിന്നെ വേസ്റ്റ് ആവുക കാര്യം ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആരും തിന്നാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ ഗൈസ്. നാളെയാണ് നോമ്പൊക്കെ എടുക്കേണ്ട ദിവസം. എല്ലാവരും നോമ്പൊക്കെ എടുക്കണില്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടന്നാലോ. ശർക്കര ചോറ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കണ വീഡിയോക്ക് ഉമ്മ അധികം അല്ലെങ്കിൽ കൽത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കരുതി ഇന്ന്. അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. എൻ്റെ അമ്മക്ക് കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾക്ക് വേണ്ട അത്ര അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുതിർത്ത് കണ്ടോ വേണ്ടത്. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ മുന്നേ ഇട്ടേച്ചതാണ് ഇങ്ങനെ വെള്ളത്തിൽ. അപ്പോൾ ഗൈസ് ഇനി അരി നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. അരി മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് വെച്ചാൽ ജീരകം, ചെറിയ ജീരകം കേട്ടോ, ഏലക്കായ എത്ര എടുത്തുക്കണോ 1 2 3 4 5 ഏലക്കായ ഉണ്ടോ ചേർത്തുക്കണമ്മ. ഞാനല്ല ഉണ്ടാക്കണത്, ഉമ്മയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇനി ഒരു 1/2 കപ്പ് വെള്ളമാണ് നമ്മളിതൊക്കെ അരിയിലെടുക്കണത്. നമ്മൾ അരിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിരിക്കും വെള്ളം നമ്മൾ ചേർക്കേണ്ടത്. ഒരു 4 ശർക്കര എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സാധാ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഗ്യാസ്മക്ക് വെക്കുക, ഒന്ന് ഉരുക്കിയെടുക്കുക. ശർക്കര നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മൾ മിക്സിയിൽ വെച്ച അരി നല്ലോണം അരഞ്ഞിട്ടുണ്ട്. സോറി ഗൈസ്, നല്ലോണം അരഞ്ഞിട്ടില്ല, അത്രേ ചെറിയ തരിയോട് കൂടി അരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്ര അരിയേണ്ടത്. ഇതാ ഇവിടെ വെള്ളം കൊണ്ട് കളിക്കുന്ന ഒരു സോയമോള്. ഇപ്പം എൻ്റെ ഇത് കോപ്പയൊക്കെ മേടിച്ചിട്ട് അതിൽ ആ കോപ്പയിൽ പൂവ് എന്തൊക്കെയാണ് നിറച്ചിടുക, വെള്ളമൊക്കെ നിറക്കണോ. ഒരു വിക്രസത്തിയാണിത് ഗൈസ്. ഒരു പിഞ്ച് ഉപ്പാണ് ഇത്ര ഇടുന്നത്, ഒരു പിഞ്ച് ഇട്ടോ. അപ്പോൾ ഗൈസ് ഇനിതാ കുറച്ച് മൈദപ്പൊടി, അതായത് ഒരു കയ്യിൽ മൈദപ്പൊടി. ഒരു കയ്യിലല്ല ഗൈസ്, ഒരു കയ്യിലും പിന്നെ വേറൊരു കയ്യിലിൻ്റെ ഹാഫും. അങ്ങനെ നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഗൈസ്. അപ്പോൾ ഇതാ നമ്മളെ ശർക്കര അതിലേക്ക് ഒഴിക്കുകയാണ്. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. എന്നാൽ കട്ടാവാനും പാടില്ല. അപ്പോൾ നല്ലോണം നമ്മൾ അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. പാത്രം പറഞ്ഞോളൂ, ഞാൻ പിടിക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കണ്ട ഗൈസ്, നല്ല കാരമലിൻ്റെ പോലെയല്ലേ. ഡുണ്ടുമണിയേ ഡുണ്ടുമണിയേ ഡുണ്ടുമണിയേ. അപ്പോൾ ഗൈസ് നമ്മളെ ഉണ്ണിയപ്പത്തേക്കുള്ള മാവൊക്കെ നമ്മളിത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പത്തേന് ഒരു ഗ്ലാസ് കാപ്പി ഞാൻ അതിൻ്റെ ഇടയിൽ കുടിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ ഇടാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് ഞങ്ങൾ വറുക്കണത്, കാരണം തേങ്ങ എനിക്കും നീയക്കൊന്നും ഉണ്ണിയപ്പത്തിൽ ഇട്ടാൽ അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഗൈസ് വേഗം വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് കോരിയെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ അവിടെ നമ്മളെ മാവ് ഉമ്മ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട്. ഗൈസ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ തേങ്ങ ഇടാതെ എനിക്കും നീയക്കും ഇല്ലതാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇത് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉമ്മാക്കും സൊപ്പോനൊക്കെ ഉള്ളത് റെഡിയാക്കും. കുറച്ച് മാവ് ഒഴിച്ചണം ഗൈസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചു. അപ്പം ഇനി ഒക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം.
ഇപ്പോഴത്തെ സൈഡൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫസ്റ്റത്തെ ഒഴിച്ചലാണ്. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ കാരം. രണ്ടാമത്തെ നമ്മൾ സെറ്റാക്കും. നമ്മളതിൻ്റെ ഉള്ളിൽ വെന്തുക്കണോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കി. അപ്പോൾ നല്ല അടിപൊളി നാര് പോലെ വന്നിട്ടുണ്ട് സംഭവം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നോണൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ണിയപ്പം ഗൈസ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ ഇടാൻ മറന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ ഇടുകയാണ്. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ അളക്കലും, അതുകൊണ്ടാണ് ഇങ്ങനെ അളക്കണത്. അപ്പോൾ ഇത് അമ്മ ഇവിടെ നല്ലോണം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ ഉണ്ണിയപ്പം, ഉണ്ണിയുടെ അപ്പം അല്ലേ ഉണ്ണിയപ്പം. മതി തീയും കൂട്ടി. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബറാത്തായിട്ട് എല്ലാവരും വീട്ടിലെന്താ ഉണ്ടാക്കിയതെന്നും കൂടി കമൻറ്റ് ഇട്ടോളിയും. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോയുമായി കാണാം.